നമസ്തേയിലേക്ക് ഒരു തവണ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വളരെ രസകരമായ ഒരു സ്ഥലത്തേക്കാണ്. എവിടേക്കാണ് മാധവ്? മെറൈൻ ഡ്രൈവിലേക്ക്. അവിടെ നടക്കുന്നത് ചക്ക മഹോത്സവമാണ്. ചക്ക മഹോത്സവം സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ അതാ നടക്കുന്നു ചക്ക മഹോത്സവം. ചക്കയെ പറ്റി പറയുകയാണെങ്കിൽ ചക്ക മലയാളികളുടെ ഇഷ്ട വിഭവമാണ്. ചക്കയട, ചക്ക പായസം, ചക്ക അവിയൽ, ചക്ക വരട്ടിയത്, ചക്കത്തോരൻ, ചക്കപ്പുഴുക്ക്, ഇങ്ങനെ ഒരുപാട് രസകരമായ വിഭവങ്ങൾ നമ്മൾ ചക്കയിൽ നിന്നുണ്ടാക്കുന്നു. അതേപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. മാധവന്റെ വൈഫ് പ്രിയ വളരെ നല്ലൊരു ബേക്കറാണ്. അവർ വളരെ നന്നായിട്ട് ചക്ക കേക്ക് ഉണ്ടാക്കുന്നതാണ്. അതെ, ബേക്കർ ആവുക എന്നുള്ളതും ചക്ക കൊണ്ട് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതും അതൊരു ക്വാളിറ്റിയാണ്. ഒരുപക്ഷെ അത് കഴിക്കാനുള്ള ഭാഗ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്ക് മാറ്ററിലേക്ക് തിരികെ വരാം. ചക്ക മഹോത്സവം. അതിനോടനുബന്ധിച്ച് ഞാൻ ഏവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, എല്ലാവരുടെയും വീട്ടിലൊരു ഒരു ചക്കക്കുരു നടുക. അതൊരു പ്ലാവാകട്ടെ, കേരളം ഒരു പ്ലാവളമാകട്ടെ. ചക്കക്കുരു നടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ചക്കക്കുരു കുഴിച്ചിട്ട് അത് വലുതായി ഒരു പ്ലാവാകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ അയൽവാസി ബുദ്ധിമുട്ടരുത്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരിക്കലും നിങ്ങൾ താറുമാറാക്കരുത് എന്ന് പറയാൻ പാടില്ല. ഒരു തെറ്റായ പ്രയോഗമാണ്, അതങ്ങനെ പറയാൻ പാടില്ല. അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. പ്ലാവില് നമ്മൾ നൊസ്റ്റാൾജിയാണ്. പ്ലാവിലുണ്ട് കുമ്പിള് കുത്തി കഞ്ഞി കുടിക്കാത്തവരെ ആരുണ്ട് സുഹൃത്തുക്കളെ? അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ അച്ഛനപ്പന്മാര് തൊപ്പി ഉണ്ടാക്കി, പ്ലാവിനോണ്ട് തൊപ്പി ഉണ്ടാക്കി നമ്മുടെ പോലീസുകാരാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാവ് മുഖേന അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുക തന്നെ ചെയ്യും. അത് പറയുകയാണെങ്കിൽ അത് ക്ഷുദ്രന്മാരുടെയും വിവരദോഷികളുടെയും ഭാഷ മാത്രമാണ്. മാത്രമല്ല ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പോലീസുകാർ മരം വെട്ടുകാരല്ല. അതുപോലെ തന്നെ പോലീസുകാരെ ഭയന്ന് ആരും ഇതുവരെ മരമോ മരത്തിന്റെ കൊമ്പോ വെട്ടാറില്ല. മാധവ്, എന്റെ അയൽവാസി ഒരു പ്ലാവ് നടുകയും അത് മുഖേന എന്റെ ജീവിതത്തിനെയോ അല്ലെങ്കിൽ എന്റെ വീടിനെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുകയും ആ പ്ലാവ് മുറിച്ചു മാറ്റുകയും ചെയ്യും. ചെറിയ നമുക്കൊരു സോങ്ങിലേക്ക് കിടക്കാം. മാധവ്, ടേക്ക് ഇറ്റ് ഫ്രം മീ. എന്റെ പ്ലാവല്ല, അതിന് കൊമ്പ് പോട്ടൊരു ചില്ല പോലും വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അത് മുറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. എടാ, നിന്നെ പോലൊരു കിഴങ്ങനെ ഫ്രണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതി. ഞാനില്ലെങ്കിൽ ഷോ നടക്കില്ലായിരുന്നു. നീയാടാ കിഴങ്ങൻ. ഞാനില്ലേ കാണായിരുന്നു. എന്ത് കാണാനടാ? നീ എന്തുണ്ടാക്കി? മാധവ് ഇവിടെ നിന്നാ മതി. അതെന്താ കൂടെ വന്ന കണ്ട് മൂക്കി കെറ്റി കളയൂ? മുറിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അച്ഛൻ വാ, നിങ്ങളിവിടെ നിൽക്കേ. ഞങ്ങൾ പോയി. ഞങ്ങൾ കമ്മിറ്റി കൂട്ടിയിട്ട് നേരിട്ട് വരുന്ന വഴിയാ. ഇരിക്കൂ. ചായ ഒന്നും വേണ്ട. അതുമല്ല, അയൽപക്കക്കാരുടെ മുമ്പിൽ ആകെ അങ്ങ് പൊട്ടയായിരിക്കില്ലേ? ആ മനപ്രയാസത്തിനിടയിൽ അന്നോ ചായ. മിസ്റ്റർ ജലീബ്, ഈ കോളനിയിൽ ഇങ്ങനൊരു ഇഷ്യൂ ആദ്യമായിട്ടാ. ഒത്തുതീർപ്പിന് വന്ന ആളെ ഭാഗം പറയാൻ പാടില്ല. എന്നാലും പറയും, ഇതെന്താ ഈ കൊച്ചനാണോ പ്ലാവിന്റെ കൊമ്പ് അങ്ങോട്ട് ചരിച്ചു വെച്ചത്? അല്ലെങ്കിൽ കിട്ടുന്ന വിലക്ക് അങ്ങ് വിറ്റേച്ച് പോണോന്ന്. ബിൽഡേഴ്സ് നല്ല ഉദ്ദേശത്തിലാ ലാൻഡിലെ മരങ്ങൾ വെട്ടാതിരുന്നത്. അതിപ്പോ ഇങ്ങനെയോ ആയി. അതുമല്ല ചേച്ചി, ഈ കോളനിക്കാരുടെ മുമ്പിൽ ഞങ്ങളെ അവര് വഴക്കാളികളാക്കി. അതൊന്നും സാരമില്ല, നമുക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ. അതിപ്പോ അപ്പുറത്തുള്ള അയാൾക്ക് കൂടെ അറിയണ്ടായോ? ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാ, അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പങ്ങ് മുറിച്ചേക്ക്. ഇത് കോളനിക്കാരുടെ മൊത്തത്തിലുള്ള റിക്വസ്റ്റ് ആണെന്ന് വെച്ചു. ഒരുത്തനെയും പേടിച്ചിട്ടൊന്നുമല്ല, നിങ്ങളോട് റെസ്പെക്ട് ഉണ്ടല്ലോ. മുറിച്ചേക്കാം, കൊമ്പല്ല മരം തന്നെ മുറിച്ചേക്കാം. താങ്ക് യു ജെറി, താങ്ക് യു. നമുക്കിറങ്ങാം. പുള്ളിയൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ സെക്രട്ടറി, ഒരുത്തിനെ നോക്കിയിട്ടല്ല എന്നുള്ള അവന്റെ ആ ഉടക്ക് വർത്തമാനമുണ്ട്, അതെനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. എന്താ? അസോസിയേഷൻ പറഞ്ഞിട്ടാ മുറിക്കുന്നത്, അല്ലാതെ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും മുറിക്കുന്ന പ്രശ്നമില്ല. എനിക്ക് ഒരുത്തന്റെ ഔദാര്യം വേണ്ട. ഞാൻ എന്റെ മര്യാദയുടെ പുറത്താണ് നിങ്ങൾക്ക് പരാതിയെന്ന്, അല്ലാണ്ട് വെട്ടിപ്പൊളിച്ചു കളയാൻ എനിക്കറിയാൻ വളഞ്ഞിട്ടുള്ള. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ എത്ര കാലം വെച്ചിട്ടാ സഹിക്കുക? ശരി, അവളതെല്ലാം കൂടി ഇങ്ങോട്ട് വലിച്ചെറിയുന്നു. അവിടെ ഞാൻ സെക്രട്ടറി, ഇപ്പൊ ഞാൻ പറഞ്ഞ ബാക്കി അങ്ങ് പിൻവലിക്കുക. എന്റെ പ്ലാവ് ഒരു കാരണവശാലും ഞാൻ മുറിക്കുന്നില്ല. മാത്രമല്ല, വെട്ടാൻ വരുന്നവന്റെ
വിട്ടു. അസോസിയേഷൻ അറിയിക്കാനല്ലേ ഞാനും അറിയിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എന്റെ വഴി നോക്കൂടാ. നിങ്ങൾ എന്തു വേണേ ചെയ്തു, എങ്ങനെ വേണേ ചെയ്തു, പക്ഷെ പ്രശ്നം ഉണ്ടായ അസോസിയേഷൻ ഇടപെടും. ഈ വെട്ടും കുത്തും കലഹമൊക്കെ ഉണ്ടാകുന്നതിനെക്കാട്ടും നല്ലത് എത്രയും പെട്ടെന്ന് കിട്ടുന്ന വിലയ്ക്ക് ഇതൊക്കെ വിൽക്കുന്നത്. എന്റെ മുമ്പിൽ നിന്ന് ഇയാളൊന്ന് ഇടയ്ക്ക് നിരങ്ങരുത്. ഞാൻ പറഞ്ഞേ എല്ലാവരും വീട്ടിൽ പോകണം. എല്ലാരോടും എന്റെ തലയ്ക്ക് എന്തിനാ? ഹലോ ജമോൻ സാറല്ലേ? ആണെന്നാണ് എല്ലാവരും പറയുന്നത്. എടാ നീയൊക്കെ കാരണം ആ സ്പോൺസർ ആകെ വയലന്റ് ആയിട്ടിരിക്കുക. അറിയോ ഈ ഷോ അപ്ഡേറ്റ് ആയിട്ട് നിർത്തിയാണ്. ആ എന്താ സ്പോൺസേഴ്സിനോട് പറഞ്ഞേക്ക് ജെറി ഹലോ എഫും വിട്ടെന്ന് എന്റെ റെസിഗ്നേഷൻ സാറിന് മെല്ലി ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇവന്റെ കൂടെ ഇനി ആര് വർക്ക് ചെയ്യാനാ? എടാ മക്കളെ ചേട്ടനൊന്ന് പറയട്ടടാ. നിന്റെ ഒപ്പം ഇനി ആര് വർക്ക് ചെയ്യൂടാ? അയ്യോ ഞാൻ ജിഞ്ചറി പോടാ. ഞാൻ ഓറഞ്ചിൽ പോകൂടാ. നിന്റെ ഓറഞ്ച് പുളിക്കും. നിന്റെ ചിഞ്ചർ കൈക്കൂടാ. ഒരു കാരണവശാലും ഇവർക്ക് വിട്ടുകൊടുക്കാൻ പിന്നെ അറിയില്ലെന്നെ. എന്താ നീ വന്നേ. അതെ സ്വന്തം വില്ലകളാ. അപ്പൊ നിങ്ങൾ ആ വില്ല വാങ്ങുമ്പോഴേ അവിടെ പ്ലാവ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? പ്ലാവ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ചില്ല ഈ മാധവിന്റെ. അങ്ങനെ പറയരുത്. ഇനി മുതൽ മാധവ് എന്ന് പറയുന്ന ആളില്ല, അത് തീർന്നു. എതിർകക്ഷി മനസ്സിലായോ? ഈ എതിർകക്ഷിയുടെ മുറ്റത്തേക്ക് ഒരു കൊമ്പ് ചാഞ്ഞ് നിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ചില ഇലകളും മറ്റും മാധവിന്റെ എതിർകക്ഷിയുടെ മുറ്റത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. കുറച്ച് ഇലയൊന്നും അങ്ങോട്ട് വീണിട്ടില്ല. അതെല്ലാം എതിർകക്ഷി കെട്ടിച്ചു വെച്ചതാണ്. സാറേ എന്തൊക്കെയായാലും ശരി, അത് സുപ്രീം കോടതി വരെ പോയാലും ശരി, അവനെന്റെ ഒരു ചില്ല പോലും മുറിക്കാൻ പാടില്ല. ഞാൻ എത്ര കാശ് വേണം ചെലവാക്കാം. ഇതിന്റെ അഭിമാന പ്രശ്നമാണ്. സാറേക്ക് നാളെ തന്നെ സ്റ്റേ ഓർഡർ വാങ്ങിച്ചു തരണം. അതെല്ലാം എനിക്ക് വിട്ടേരെ. എന്തായാലും ഞാൻ 2 ദിവസത്തിനുള്ളിൽ വീട്ടിലോട്ട് വരാം. വേണമെങ്കിൽ പ്ലാവിന് പ്രൊട്ടക്ഷൻ കൊടുക്കാം. പിന്നെ പീസിന്റെ കാര്യം അത് ഗുമസ്തം പറഞ്ഞു കാണൂലല്ലേ? അത് മൊത്തം വേണോ? പറഞ്ഞു തൂവ മുഴുവനും ഉണ്ടോ കേട്ടോ. ഓ അങ്ങനെ അത് ജെറി എന്തൊരു സൗണ്ട്? ഇടിയവൻ പ്ലാവ് മുറിക്കുന്നത്. അയ്യോ എന്തൊരു ശല്യമായി പറഞ്ഞില്ലേ ജോമാരെ താമസിപ്പിക്കരുത്. കണ്ടില്ലേ രാത്രിയിൽ മനുഷ്യൻ ഇറങ്ങും. ഞാനിവിടെ ഇവിടെ താമസിക്കാൻ പറ്റും. അത് ശരി, നീ ആളെ വിട്ടതല്ലേ? യോഞ്ഞ വരം പെട്ടാറേ. എനിക്ക് വേറൊരുത്തന്റെ സഹായം വേണ്ട. രണ്ട് ദിവസത്തിലെ അത് വെട്ടിയിരിക്കും. അതൊക്കെ തോന്നലൊന്നുമല്ല. വെട്ടുമെന്ന് പറഞ്ഞാ വെട്ടും. അതെ ആ കുട്ടി വെട്ടാത് നമുക്ക് പോലെ സഖി കെട്ടു. 2 കൂട്ടരും വീടും വിറ്റിച്ചു പോകുന്നതാ കോളനിക്ക് നല്ലത്. നിങ്ങൾക്ക് എന്തിനു കേടാന്ന് മനുഷ്യ? വല്ലവന്റെ വാക്ക് കേട് ഇപ്പൊ അകത്ത് കിടന്നേനെ. നിങ്ങൾ പോലത്തെ 2 വെച്ച് ആ സ്ഥാപനം നടത്താൻ എനിക്ക് നല്ലതേ അകത്ത് പോയി കിടക്കണതാ. എഫ്എമ്മിനെക്കാട്ടി നല്ല ചെയ്യില്ല. 3 നേരം ആഹാരം കിട്ടും, ചെയ്യുന്ന ജോലിക്ക് ശമ്പളവും കിട്ടും. ഈ പ്ലാവേല എന്റെ എഫ്എമ്മിന്റെ ഭാവി. ഇത്രയും നാളും കയ്യാലെ പുറത്താർന്ന്, ഇപ്പൊ ഈ പ്ലാവിലായ. മോനെ ജെറി, ചേട്ടനോട് കരുണ കാണിക്കണം. നാളെ തന്നെ നിങ്ങളൊന്ന് എഫ്എമ്മിൽ വാ. ഒന്ന് വാടാ. ജയമോഹൻ സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇനി ജെറിയെ കിട്ടില്ല. ഈ പറഞ്ഞ ഇയാളില്ലെങ്കിൽ കാണായിരുന്നു നിന്റെയൊക്കെ കല്യാണം. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. എനിക്ക് താല്പര്യമില്ല. വരുന്നോ നീ പോടി.